Hello friends, welcome to SR Physics Academy. Today we are going to discuss about magnetic properties of materials. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യുന്ന എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. Magnetic property of a substance can be studied by defining certain parameters. First one, magnetizing field. Second is intensity of magnetization, permeability and susceptibility. First, എന്താണ് magnetic field എന്ന് പഠിക്കാം. Magnetic fieldനെ denote ചെയ്യുന്ന letter capital B. Magnetic field is defined as the space around a magnet. ഒരു മാഗ്നറ്റ് എടുത്ത് അതിന് ചുറ്റിലും കുറച്ച് അയൺ പൗഡർ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒത്തിരി ലൈൻസ് കാണാൻ പറ്റും അല്ലേ. ഈ ലൈൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് പോൾസിന് എൻഡിൽ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോളിൻ്റെ എൻഡിൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നു അല്ലേ. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പോൾസിൽ കൂടുതൽ എന്താ പറയുക മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലായിരിക്കും. The SI unit of magnetic field is Tesla or capital T. Next, എന്താണ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്? മാഗ്നറ്റൈസിംഗ് ഫീൽഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ H ആണ്. ഇവിടെ നമ്മളൊരു മാഗ്നറ്റ് വയ്ക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ആ മാഗ്നറ്റിന് ചുറ്റും എന്താണ് ഒരു ഫീൽഡ് ഉണ്ടാവുന്നു. നമുക്കറിയാം നോർത്ത് ടു സൗത്ത്, സൗത്ത് ടു നോർത്ത് അല്ലേ. അപ്പോൾ ഈ ഫീൽഡ് ഇതിനിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിൽ ഞാൻ എന്താ ചെയ്യുന്നത്, നമ്മളൊരു അയൺ പീസ് അല്ലെങ്കിൽ എന്താ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ വയ്ക്കുകയാണെങ്കിൽ ഈ സബ്സ്റ്റൻസ് എന്താവുന്നു, മാഗ്നറ്റൈസ്ഡ് ആകുന്നു അല്ലേ. സോ ഏത് ഫീൽഡിലാണോ ഈ സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ്ഡ് ആയത് ആ ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫീൽഡ് which induces the magnetism in a material is called magnetizing field. The SI unit of magnetizing field is ampere per meter. പിന്നെ എൻ്റെ ഫോർമുല B equal to mu H. നമുക്ക് B എന്താണെന്ന് അറിയാം അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ്. H എന്താണ്, മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡിനെയും മാഗ്നറ്റൈസ്ഡ് ഫീൽഡിനെയും കണക്ട് ചെയ്യുന്നതിൻ്റെ ഫോർമുലയാണ് B equal to mu H. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിസം നോക്കാം. സോ മാഗ്നറ്റൈസേഷൻ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ M or ക്യാപിറ്റൽ I. ഓക്കെ, ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ മെറ്റീരിയൽ വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അടുത്തെന്താ ഒരു സബ്സ്റ്റൻസ് വയ്ക്കുമ്പോൾ അതിന് എത്രത്തോളം മാഗ്നറ്റൈസ്ഡ് ആയി അല്ലെങ്കിൽ എത്ര ഡിഗ്രിയിൽ മാഗ്നറ്റൈസ്ഡ് ആകാം ആ അളവിനെ പറയുന്നതാണ് മാഗ്നറ്റൈസ്ഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാം, ദ ഡിഗ്രി ടു വിച്ച് മാഗ്നറ്റിക് മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ബൈ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ഒരു സബ്സ്റ്റൻസ് എടുത്തോ, അത് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ അതിൻ്റെ മാഗ്നറ്റൈസ്ഡ് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, അതിനെ പറയുന്നതാണ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ക്യാപിറ്റൽ M ഈക്വൽ ടു സ്മോൾ m ബൈ വോളിയം. ഓക്കെ, ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈപോൾ മൊമെന്റ്, B എന്ന് പറഞ്ഞാൽ വോളിയം. സോ വി ക്യാൻ റൈറ്റ് M ഈക്വൽ ടു സ്മോൾ m ബൈ B. Next is magnetizing field intensity or magnetic intensity. ഇതിനെ പറയുന്നത് it is a number of ampere turns flowing round the unit length of the solenoid required to produce a given magnetizing field. Okay, ഇതെന്താ പറയാ, നമുക്ക് H equal to B0 by mu 0 എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എന്താണ് ഈ മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഡിഫൈൻ എന്താ ചെയ്യുന്നത്, ദ ഫോഴ്സ് ദാറ്റ് ദ പോൾസ് ഓഫ് ദ മാഗ്നറ്റിക് എക്സ്പീരിയൻസസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, വെയർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് the change in the magnetic moment of a magnet
Okay, the change in the magnetic moment per unit volume. Okay. Next, H equal to, എങ്ങനെ പറയാം, H equal to B0 by mu 0. ഒരു സോളിനോട് വയ്ക്കുമ്പോൾ അതിൻ്റെ ചുറ്റിലുമുള്ള എത്രയാണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഫ്ലോയിങ് ഉണ്ടല്ലോ ആ കറണ്ട് റൗണ്ടിൽ, അതെന്തായിരിക്കും ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് റിക്വയർഡ് ആയിരിക്കും ടു പ്രൊഡ്യൂസ് എ ഗിവൺ മാഗ്നറ്റൈസിങ് ഫീൽഡ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. ഓക്കെ, മാഗ്നറ്റിക് പെർമിയബിലിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്താണ് മ്യൂ. എന്താണ് ഈ പെർമിയബിലിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു പെർമിറ്റ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ടു പാസ് ത്രൂ ഇറ്റ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ഓക്കെ, ഞാനിവിടെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വെക്കുകയാണെന്ന് വെച്ചോളൂ അല്ലേ. ഇവിടെ ഒരു സബ്സ്റ്റൻസ് എടുത്തു, എനി ഫെറോ മാഗ്നറ്റിക്, ഇവിടെ ഒരു അയൺ ബാറാണ് എടുത്തതെന്ന് വെച്ചു. സോ ഈ ആ സബ്സ്റ്റൻസിൽ കൂടെ എന്താണ് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് നോക്കണം അല്ലേ. ഔട്ട്സൈഡ് അല്ല, ഇൻസൈഡ്. ഓക്കെ, ഇൻസൈഡ് ആ മെറ്റീരിയലിന് അകത്തൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു, ആ എബിലിറ്റി ആണ് നമ്മൾ എന്താ പറയുന്നത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. Okay, so it is the ability of a material to permit magnetic lines of force to pass through it. So ഇതിന്റെ SI യൂണിറ്റ് ഓഫ് പെർമിയബിലിറ്റി നമുക്ക് ടെസ്ല മീറ്റർ പെർ ആംപിയർ എന്ന് പറയാം, അല്ലെങ്കിൽ TMA-1. ഇതിന്റെ ഫോർമുല എന്താണ്? mu equal to B by H അല്ലേ. അപ്പം നമുക്കറിയാം mu എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് പെർമിയബിലിറ്റി. ഇവിടെ എന്താ പറയുന്നത്? എത്ര B2H ആണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലേ. H എന്ന് എന്താണ്? എന്തുമാത്രം മാഗ്നറ്റൈസ്ഡ് ഫീൽഡായി. നെക്സ്റ്റ് വന്നിട്ട് എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി അല്ലേ. ഈ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് M to permeability of the free space. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇതിന് M equal to mu0 mu r എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർമിയബിലിറ്റി mu r അല്ലേ. mu r equal to M by mu0. ഓക്കെ, സോ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്, ഏതെങ്കിലും ഒരു പെർമിയബിലിറ്റി സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത്, പെർമിയബിലിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് ആയിരിക്കും എന്താ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, mu0. നെക്സ്റ്റ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അതിനെന്താ പറയുക? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ M ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഓക്കെ, എന്താണ് അതിൻ്റെ മീനിങ്? എന്താണ് ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്? എന്താണ്? Chi എന്നാണ് പറയുന്നത്. ഓക്കെ, Chi ഇതിലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിടത്ത് ഒരു അയൺ ബാർ വയ്ക്കുകയാണെങ്കിൽ, നമ്മൾ അറിയായിരുന്നു അല്ലേ, ഒരു മാഗ്നറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത് എന്താ വെച്ചു, നമ്മൾ ഒരു അയൺ ബാർ വെച്ചു. അപ്പം ഒബിയസ്ലി അതിലെന്തായി, മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുന്നു. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നീട് ആ മാഗ്നറ്റ് നമ്മൾ മാറ്റിയാലും ഓക്കെ, സോ അതിനകത്ത് എന്തായിരിക്കും, ആ ബാറിനകത്ത് ഒരു കാന്തിക ശക്തി ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് പവർ കുറച്ചുണ്ടായിരിക്കും. ആ റീറ്റെയിൻ പവറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോ നമുക്ക് പറയാം Chi equal to M by H. ഓക്കെ, നെക്സ്റ്റ് M എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റൈസിങ് ഇൻറ്റൻസിറ്റി എന്നും Hനെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നും പറയാം. നെക്സ്റ്റ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് okay, crossing per unit area through a magnetic material. Okay, എത്രയാണോ നമ്പർ ഓഫ് ലൈൻസ് ഫോഴ്സ് ചെയ്യുന്നത് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ത്രൂ എ ഡിപ്പെൻസ് അപ്പോൺ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ. സോ നമുക്ക് പറയാം B equal to mu0 H plus M എന്ന് പറയാം. ഇതിൻ്റെ ഫോർമുല ഓർമ്മിക്കണം, B equal to mu0 H plus M. ഈ ഫോർമുല എല്ലാം നമുക്ക് ന്യൂമറിക്കൽ വരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. എക്സാമ്പിൾ ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. ഇവിടെ എ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഓഫ് 1500 ആംപിയർ പെർ മീറ്റർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ്
2.4 into 10 power minus 5 Weber in a bar of iron of cross section എത്രയാണ് 0.5 centimeter square. Calculate permeability and susceptibility of the iron bar used. സോ നമുക്കിവിടെ ഫസ്റ്റ് ഇത് നോക്കാം, സൊല്യൂഷൻ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന്. നമുക്കറിയാം മാഗ്നറ്റൈസിങ് ഫീൽഡ് അറിയാം അല്ലേ. മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെ ലെറ്റർ എത്രയാണ്? H equal to 1500. ഓക്കെ, ആംബിയർ പെർ മീറ്റർ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സിമ്പൽ എന്താണ്? Phi ഈക്വൽ ടു 2.4 ഇൻറ്റു 10 പവർ മൈനസ് 5 വെബ്. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നു? അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ ഓഫ് എത്രയാണ്? A ഈക്വൽ ടു 0.5 സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 10 പവർ മൈനസ് 4 മീറ്റർ സ്ക്വയറിലോട്ട് മാറും. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? പെർമിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം ആൻഡ് സസെപ്റ്റിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ്? ബി അറിയണം. നമുക്ക് ഫോർമുല അറിയാം, മി ഈക്വൽ ടു ബി ബൈ 3 ബി. അപ്പോൾ ബിക്ക് എന്താ തന്നിരിക്കുന്നത്? ഇവിടെ ഫ്ലക്സ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലേ. അപ്പോൾ ബി ഈക്വൽ ടു 5 ബൈ എ. ഫൈൻ്റെ വാല്യൂ എത്രയാണ്? 2.4 ഇൻറ്റു 10 പവർ മൈനസ് 5 ബൈ 0.5 ഇൻറ്റു 10 പവർ മൈനസ് 4. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? ആഫ്റ്റർ 0.48 വെബ് പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? 0.48. നെക്സ്റ്റ് പെർമിയബിലിറ്റിയിലേക്ക് കാണേണ്ടത്. പെർമിയബിലിറ്റി ഫോർമുല എന്താണ്? അപ്പോൾ നമുക്കിപ്പോൾ ബി കിട്ടിക്കഴിഞ്ഞു അല്ലേ. മ്യൂ ഈക്വൽ ടു ബി ബൈ ഹൈറ്റ്. നേരത്തെ പറഞ്ഞായിരുന്നു, ഓരോ ഫോർമുലയും നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞിരിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. മ്യൂ ഈക്വൽ ടു ബി ബൈ ഹൈറ്റ്. ബി എന്താണ്? 0.48. ഹൈറ്റ് എന്താണ്? 1500 അല്ലേ. ആഫ്റ്റർ കാൽക്കുലേഷന് നമുക്ക് പിന്നെ കിട്ടും 3.2 ഇൻറ്റു 10 പവർ മൈനസ് 4 ഓക്കെ TM A മൈനസ് 1. കഴിഞ്ഞല്ലോ. ടെസ്ല മീറ്റർ പെർ ആംബിയർ. നെക്സ്റ്റ് നമ്മൾ ആൾറെഡി അവിടെ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഓക്കെ, എന്താ പറയുക, റിലേഷൻ ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റിയുടെ ഫോർമുലയാണ് മ്യൂ ഈക്വൽ ടു മി നോട്ട് 1 പ്ലസ് ഹൈ എം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സസെപ്റ്റിബിലിറ്റി അല്ലേ. സസെപ്റ്റിബിലിറ്റി റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് വെച്ചാൽ നമുക്കിവിടെ വേണ്ടത് എന്താണ്? കൈ എം അല്ലേ. സോ കൈ എം ഈക്വൽ ടു മ്യൂ ബൈ മ്യൂ നോട്ട്. ശരിയല്ലേ. പിന്നെ ഈ പ്ലസ് 1 എന്താവും? ഇപ്പുറത്ത് വരുമ്പോൾ -1 ആവും. ജസ്റ്റ് റീഅറേഞ്ചിങ് ദ ഫോർമുല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈക്വൽ ടു, ഇതിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലുണ്ട്, അതിലൊന്ന് ചെക്ക് ചെയ്യുക. ഈക്വൽ ടു 3.2 മ്യൂവിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ കിട്ടിയല്ലേ. 3.2 ഇൻറ്റു 10 പവർ മൈനസ് 4 ബൈ മ്യൂ നോട്ടിൻ്റെ വാല്യൂ വന്ന് 4 പൈ ഇൻറ്റു 10 പവർ മൈനസ് 7 ആണ്. ഇപ്പോൾ 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ എത്രയാണ്? 3.14 ഇൻറ്റു 10 പവർ മൈനസ് 7. പിന്നെ ഈ -1 ഇവിടെ എഴുതി അല്ലേ. സോ ആഫ്റ്റർ കാൽക്കുലേഷൻ നമുക്ക് കിട്ടും 254.77 മൈനസ് 1. സോ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 253.77. ഹിയർ വി ഡോണ്ട് ഹാവ് നോ യൂണിറ്റ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു സസെപ്റ്റിബിലിറ്റിയിൽ നോ യൂണിറ്റ്. അപ്പോൾ ഇവിടുത്തെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.